എന്താ നോക്കണേ? കാണാൻ. ഈ കണ്ണ്, മൂക്ക്, താടി. മാഷേ ഉറങ്ങായിരുന്നോ? അല്ല, വെറുതെ കിടന്നു. ഇതിപ്പോഴും കഴിക്കണ്ടല്ലേ? ശീലായി പോയി. ആ, ഈ കളരിപ്പോ ആരും ഉപയോഗിക്കാറില്ല. പണ്ട് മാഷൊക്കെ ഏറ്റവും ഇഷ്ടം ഈ കളരിയായിരുന്നു. വൈകുന്നേരമൊക്കെ ഭാര്യയും കൂട്ടി ഇവിടെ വന്നിരിക്കുന്നത് കാണാറുണ്ട്. മാഷ് എന്നെ അന്വേഷിച്ച് വന്നാണോ? അല്ലെങ്കിൽ അതെ, ഇവിടെ ഉണ്ടെന്ന്. എന്താ കാര്യം? ഇവിടെ കയറി വരൂ. മകളാ. അറിയാം. ഇന്ന് കളരിയിൽ വന്നില്ല. എന്റെ കളരിയിൽ വരണ്ടെന്ന് തീരുമാനിച്ചോ? ഇല്ല, അവള് വലിയ സങ്കടത്തിലാ. ഇന്നലെ കൊറേ ഞാൻ പരിഹസിച്ചു. ഇനി അങ്ങനെ ഉണ്ടാവില്ല. പൊയ്ക്കോളൂ. അയ്യോ, പരാതി പറയാനും ചോദിക്കാനൊന്നും വന്നതല്ല മോളെ. എന്തിനാ? കുട്ടിയല്ലേ എന്നോട് പൊറുക്കേണ്ടത്? അരുത്, അങ്ങനെ പറയരുത്. എന്നെ കുറിച്ച് എന്റെ കൂട്ടുകാരോട് പറഞ്ഞതെല്ലാം അറിഞ്ഞു. അതൊന്നും വേണ്ട. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം. അത് തന്നെ കാലം അനുവദിക്കുമോ എന്ന് സംശയം. പുറമേ കാണുന്നതേ ഉള്ളൂ, ഉള്ളിൽ പലതും എരിഞ്ഞെരിഞ്ഞ് തീരാറായി. എനിക്കിനി മറ്റൊരു ഗുരുവില്ല. ഇത് സ്വീകരിക്കണം. ഇതൊന്നും എനിക്ക് വേണ്ട. ഒരു ഗുരുവിന് വേണ്ട യോഗ്യതയൊന്നും എനിക്കില്ല. ജ്ഞാനം കുറവ്. ഉള്ളത് തന്നെ പ്രവർത്തിക്കാൻ അറിയാൻ പാടില്ല. സ്വഭാവശുദ്ധി അറിയാലോ. ഇതൊന്നും പറഞ്ഞെന്നെ ഒഴിവാക്കരുത്. ഒന്നേ ഉള്ളൂ, അല്പം ലാളന കൂടിപ്പോയി. ആ ഒരു ദോഷം അവൾക്കുള്ളൂ. നൃത്തവും നൃത്യവും നന്നായിട്ടുണ്ട്. നാട്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. അത് സാത്വികമാണ്. മനസ്സിൽ നിന്നാണ് അത് വരേണ്ടത്. അതിന് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. ഉഴുതുമറിച്ച് വെള്ളവും വളവും ചേർത്ത നിലം പോലെ വിത്ത് വീണാൽ മുളയ്ക്കണം. മുഖം വിടർന്ന ചെന്താമരപ്പൂ പോലായാൽ മാത്രം പോരാ, അത് കണ്ണാടി പോലെ നവരസങ്ങളും പ്രതിഫലിക്കണം. അതിനാണ് സാധകം. ചായ നിങ്ങൾക്ക് വേണോ? ഞാൻ ഒരു കട്ടൻ ചായ കൊണ്ടുവന്നിട്ടുള്ളൂ. കട്ടൻ ചായ എന്തിനാ? സാധനം കൊണ്ടുവരാനല്ലേ പറഞ്ഞു വിട്ടത്. ഇത് അത് തന്നെയാണ്. കട്ടൻ ചായ ചേർത്തല്ലേ ആരും അറിയാണ്ടിരിക്കാൻ. നശിപ്പിച്ചു. അറിഞ്ഞാലിപ്പോ എന്താ? മധുരം ഇട്ടിട്ടില്ലല്ലോ. ഞാൻ അത്ര മണ്ടനാ? ഇത് സുഖായില്ല. കുപ്പിയോ? കുപ്പി ഞാൻ കടയിൽ തന്നെ വെച്ച്. നോണ ആടാ എടുത്തിട്ടില്ല. പിന്നെ എന്താ? നീ ഇതുവരെ വെച്ച് പണ്ടാറടങ്ങല്ലേ? മനുഷ്യന് ജീവിക്കണ്ടേ? മതി. നീ വയ്ക്കോ. അപ്പൊ അതോ? ഇതിവിടെ ഇരിക്കും. ഓടോ. ക്ഷമിക്കണം, പറയാനുള്ള അധികാരമോ അടുപ്പമോ ഇല്ല. എങ്കിലും കടമയുണ്ടല്ലോ ഒരു ശിഷ്യയുടെ. ഇത് നിർത്തിക്കൂടെ? എന്ത്? ഞാൻ കണ്ടു. പ്രിൻസിപ്പലിന്റെ മകൾ എന്ന അധികാരം വേണ്ട. മാളവിക എന്ന വിദ്യാർത്ഥിനിയായാൽ മതി. ദക്ഷിണ സ്വീകരിച്ചു എന്ന് വെച്ച് ശിക്ഷയുടെ അവകാശമൊന്നും കാണിക്കണ്ട. ഇതിന് ഞാനിപ്പോ എന്ത് ചെയ്യും? ഒരു മെമ്മോ കൊടുക്കാം. അല്ലാതെ പഠിപ്പിക്കണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? കോടതി വിധിയും കൊണ്ട് വന്ന ആളാ. കുടിക്കണ്ടെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പറഞ്ഞൂടെ സാറിന്? പറയാം, പക്ഷെ പറഞ്ഞാൽ അയാളുടെ സ്വഭാവം മഹാചീത. വിവരമില്ലാത്തവനാ, എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. സാറിന് പേടിയുണ്ടോ? പേടിയോ? അങ്ങനെ
ഒരാളെയും പേടിക്കുന്നവനല്ല ഈ വേലായുധൻ. ഞാൻ തീരുമാനിച്ചാൽ തീരുമാനിച്ചതാ. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം ഇപ്പൊ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. സാറേ, നമ്മുടെ സ്ഥാപനത്തിന്റെ അന്തസ്. ഈ അന്തസ് ഞാൻ മാത്രം വിചാരിച്ച ഉണ്ടാവുമോ? നിങ്ങൾ സഹകരിക്കണം. ഞാനൊരു വേല പറയാം, ഒരു ഉടക്ക് വേല. ഞാനാണ് ചരട് വലിക്കുന്നത് പുറത്താരും അറിയരുത്. പക്ഷെ അതിന് നിങ്ങളാരെങ്കിലും തയ്യാറാവണം. ആ, ടീച്ചറാ നല്ലത്. പ്രായം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒക്കെ. പിന്നെ കല്യാണവും കഴിച്ചിട്ടില്ല. സാർ എപ്പോഴും അതെ ഒരു കളിയാക്കല്. പണ്ട് ഇതേ വേല വെച്ച് ഞാനൊരു മന്ത്രിയെ തേജോവധം ചെയ്ത് താഴെ ഇറക്കിയിട്ടുള്ളതാ. കരുതലോടെ ആസൂത്രണം ചെയ്യണം. അത് ഞാൻ ചെയ്തോളാം. എന്താണെന്ന് പറയൂ. ബലാത്സംഗ ശ്രമം. മദ്യപിച്ച് ലക്കുകെട്ട നന്ദഗോപൻ രമാദേവിയെ കയറി പിടിക്കുന്നു. ദേവി കരയുന്നു, ബഹളം വെക്കുന്നു, നമ്മളെല്ലാം ഓടിക്കൂടുന്നു, സംഭവം ചോദിക്കുന്നു, അവന്റെ പേര് പറയുന്നു. അവിടെ വെച്ച് ഞാനൊരു സസ്പെൻഷനോടെ എഴുതി കൈ കൊടുക്കുന്നു. അയ്യോ, എനിക്കൊന്നും പറ്റില്ല. അയ്യോ, വെറുതെ അഭിനയിച്ചാ മതി. അതെന്താ, ആ സംവിധാനം ഇഷ്ടപ്പെട്ടില്ലേ? ഇതൊക്കെ സംസ്കാരമുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റിയ കാര്യമാണോ സാറേ? ഞങ്ങൾക്ക് അയാളെ സസ്പെൻഡ് ചെയ്യോ പിരിച്ചുവിടിയോ ഒന്നും വേണ്ട. ഈ സ്ഥാപനത്തുള്ളിൽ അയാൾ മദ്യപിക്കരുത്, ഞങ്ങളെ താഴ്ത്തിക്കെട്ടരുത്. ഞാനെല്ലാം കേട്ടു. ഉടക്ക് വേല കൊള്ളാം സാറേ. സാർ ഇരിക്കൂ. ആ വിഷയം നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ വന്നത്, ഞാൻ എൻ്റെ ക്ലാസ്സുകൾ കളരിക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുകയാണ്. പുറത്ത് നല്ല തണലുണ്ട്, കാറ്റുണ്ട്, വെളിച്ചമുണ്ട്. ഒരേ മുറിയിൽ വെച്ചുള്ള പഠിപ്പിന്റെ വിരസത തോന്നുകയില്ല. പ്രിൻസിപ്പൽ സമ്മതിച്ചിട്ടുണ്ട്. സാറിനോടൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നത്? തന്റെ തോന്നിയാസല്ലേ ഇവിടെ നടക്കുന്നത്. നടന്നോട്ടെ. അപ്പൊ ഞാൻ ഈ തോന്നിയാസം അങ്ങോട്ട് ചെയ്യാൻ പോവാണ്. എന്തിനാണ് കഥ കളിക്കുന്നത്? ഒച്ച ഉണ്ടാക്കരുത്. തന്റെ കഥ ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കും. തനിക്ക് എന്നെ വേല വെക്കണം അല്ലേടോ? പാർട്ടിയെ പിളർക്കുകയും മന്ത്രിയെ വീഴ്ത്തുകയൊക്കെ ചെയ്യുന്ന വേല കലാകാരന്മാരോട് കാണിച്ച തന്റെ കണ്ണ് രണ്ടും ഞാൻ കുത്തിപ്പൊട്ടിക്കും. അനാവശ്യം കാണിക്കല്ലേ നന്ദഗോപാല. ഇനി മേലാത്തായതിനകത്ത് പാർട്ടി കളി കളിക്കോടോ? ഇല്ല. സത്യം ചെയ്യടോ? സത്യം. ദൈവ സത്യം ചെയ്യടോ? സത്യം. ഇതിന്റെ പേരിൽ മെമ്മോയോ വിശദീകരണ വല്ലതും ചോദിച്ചാ ഇരട്ടടി അടിച്ച് തന്റെ കൈയും കാലും ഞാൻ ഓടിക്കും. മലയാളത്തിലല്ലേ നന്ദഗോപാല പറയുന്നത്? ഇരിക്കാടോ. ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ തസ്തികയുടെ കസേരയാണ്. ഇതിന്റെ മാന്യത കളയാതെ ഇവിടെ ഇരുന്നോളാം. മനസ്സിലായോ? വരട്ടെ. ഇല്ല. അയ്യേ. പുറത്തേക്കൊന്നും പോയില്ലേ മാഷേ? ആ ആശാനോ, ഇന്നലെ പിന്നെ കളിയുണ്ടായിരുന്നു. ഓ, ഉറക്കക്ഷീണോ? അങ്ങോട്ടിരിക്കാം. ആ, പിന്നെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഇല്ല. നമ്മുടെ സെക്രട്ടറി ഉണ്ടല്ലോ, വേല ആയുധമാക്കിയവൻ വേലായുധൻ 3 മാസത്തെ മെഡിക്കൽ ലീവിൽ പ്രവേശിച്ചിരിക്കുന്നു. എന്താ അസുഖം? ഒന്നുമില്ല, കുഷ്ടുണ്ട്. അത് മനസ്സിലാ. ആരോഗ്യപരമായ കാരണങ്ങളാൽ എന്നെ കടലാസിലുള്ളൂ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പിന്നീട് കൊണ്ടുവരും. ചാർജ് സൂപ്രണ്ടിനെ ഏൽപ്പിച്ചു. ആരോടും പറഞ്ഞില്ല. ഇനി നമ്മുടെ സ്ഥാപനത്തിൽ നല്ലത് വരും. നമ്മുടെ നന്ദഗോമാഷ് എങ്ങനെ ഇരിക്കുന്നു? മിടുക്കൻ, മിടുമിടുക്കൻ. ഇത്തിരി കള്ളുകൂടി കൂടുതലുണ്ടെന്നുള്ളൂ. അത് കലാകാരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണെന്നാണല്ലോ വെപ്പ്. അതിലിവിടെ ആശാന്മാര് കുറവല്ലല്ലോ. ആ, പിന്നെ മാളുവിന്റെ നിർബന്ധം കൊണ്ട് ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. എന്താ? അവളെ കൊണ്ട് നന്ദഗോപൻ ഒരു ദക്ഷിണ കൊടുപ്പിച്ചു. അതിലിവിടെ വിരോധമൊന്നും ഉണ്ടാവില്ലല്ലോ. എനിക്കെന്ത് വിരോധം? നന്നായി. നല്ല ജ്ഞാനം അയാൾക്ക്. അയാളെ ഉള്ളു നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത്. അസലായി. അതുകൊണ്ട് മറ്റാശാത്തിമാർക്കൊക്കെ ഒരു മുഴിച്ചിലുണ്ട്. എന്തായാലും നമ്മുടെ വിദ്വാനും കൂടി ഇവിടെ പറഞ്ഞേക്കു വിവരം. ആരോട്? സോമശേഖരൻ ഉണ്ണിയോട്. അല്ലാതാരാ? അയാൾക്ക് മുഴിച്ചിൽ തോന്നരുതല്ലോ. ഇന്ന് ക്ലാസ് ഉണ്ടായില്ലേ? ഉണ്ടായിരുന്നു. കളരിയിലായിരുന്നില്ല, പിന്നിൽ ആലിന്റെ തണലിലായിരുന്നു. ഓ, പുതിയ പരിഷ്കാരം. ഗുരുവിന് ദക്ഷിണ വെച്ച് നമസ്കരിച്ചു എന്ന് കേട്ടു. ഉവ്വ്. എന്താ, വീട്ടിൽ വരുത്തി പ്രത്യേകം പഠിക്കാൻ ഉദ്ദേശമുണ്ടോ? ചിലപ്പോ. വീട്ടിൽ വരുത്തിയല്ല. അത്ര കലാബോധമില്ലാത്ത ആളല്ല ഞാൻ. മാളു വലിയ നർത്തകിയാണ്. ഞാൻ പോണു. അവരൊക്കെ കാത്തു നിൽക്കാണ്. അവളുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ ഒരു കണ്ണുണ്ടെന്ന് മനസ്സിലാക്കണല്ലോ. നിന്റെ ഈ ഗൗരവം കണ്ട ചിരി വരും കേട്ടോ. എന്താ നിന്റെ ആള് ഗൗരവത്തില്? ഞാൻ മാഷിന് ദക്ഷിണ വെച്ചതിന് മുമ്പ് ഒന്ന് പറയണമായിരുന്നു ഇത്രേ. അതൊക്കെ ആളായതിനു ശേഷം മതി. മാഷിനോട് നീ ആവശ്യമില്ലാത്ത അവകാശം എടുക്കണുണ്ട്. ഞാൻ എന്താ ഇത്? എനിക്ക് തോന്നി വേണ്ടാത്തൊന്നും മനസ്സിൽ കേട്ടണ്ട.
ലാസ്യമാണ്. ഇവിടെ പ്രണയത്തിന്റെ പാരമ്യതയാണ്. ലാസ്യം. പ്രേമോദാരനായി അണയൂ നാഥ. ഉദാരമായ നിർലോഭമായ പ്രേമത്തോടെ വരൂ എന്നാണ് നായിക ക്ഷണിക്കുന്നത്. മാളവിക ശ്രദ്ധിക്കുന്നുണ്ടോ? പക്ഷേ താൻ ഇവിടെ അല്ലല്ലോ. മനസ്സെവിടെയാണ്? നോക്കാം. എന്താ ഇത്? നീ ഇത് ഏത് ലോകത്താ? എന്തൊക്കെ പറഞ്ഞാലും അയാളൊരു അസല് കക്ഷി തന്നെ. എന്തായാലും ഒരു സ്വരം, എന്തായാലും ഒരു സ്റ്റൈല്. ഓ പിന്നെ അതാ രാഗത്തിന്റെ സാഹിത്യത്തിന്റെ സുഖ, അല്ലാതെ അയാളുടെ കേമത്തൊന്നുമല്ല. അയ്യേ എടാ, എന്താടാ ലീവ്. ലീവോ? നിന്റെ ലീവ് എന്തിനാ എന്റെ അടുത്ത് തരുന്നു? ഇന്റെ ലീവ് അല്ല ആശാനെ, നമ്മള് നന്ദുല്ലേ, നന്ദഗോപാല്, അവൻ രാവിലെ കടയെ കൊടുത്ത് ഏൽപ്പിച്ചു പോയതാ. ഇവിടെ എത്തിക്കാൻ പറഞ്ഞു. അപ്പൊ കളരിയിൽ ആര് പോവും? ഞാൻ പോട്ടെ. നീയോ? ചായ അടിക്കാനല്ല പഠിപ്പിക്കേണ്ടത്, ഡാൻസാ. ഞാൻ കടയിലേക്ക് പോട്ടെന്നാ ചോദിച്ചേ. നിനക്ക് ചായ കച്ചവടമല്ലാതെ വേറെ വല്ല ബിസിനസ് ഉണ്ടോ? ഉണ്ട്, അത്യാവശ്യം പാടും. ആശാൻ അറിയില്ലേ, ഞാൻ കഥകളി സംഗീതം പഠിച്ച ആളാ. അത് ദിവസവും പാടുന്നുണ്ടല്ലോ. ഞാൻ ചോദിച്ചതല്ല. നീ ഇവിടെ ചായ കൊണ്ടു കൊടുക്കുന്ന കൂടുതൽ ചാരായം കൊണ്ടു കൊടുക്കാറുണ്ടോ? ഇന്റെ അല്ലാ, നിങ്ങളോട് ആരെയും നുണ പറഞ്ഞേ? ഇതേ കഥകളി കളിക്കരുത്. നിന്റെ മുഖത്ത് ഒരു രസം വരില്ല. ഇനി മേലായത് ആവർത്തിച്ചാൽ നിന്റെ ദമയന്തിയും പൂട്ടിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറ്റി നല്ല ഇടി ഇടിപ്പിക്കും, ഓർത്തോ? ഈ ശരീരത്തിലോ? ആശാനെ ജീവിച്ചു പോയിക്കോട്ടെ. കഥകളിയോ പറ്റുന്നില്ല. വല്ല ചായക്കടെങ്കിലും നടത്തി അരി മേടിച്ചോട്ടെ. സൂക്ഷിച്ചോ, പരാതി കിട്ടിയിട്ടുണ്ട്. മാഷേ, മാഷേ, മാഷേ. അക്കരെ കൃഷ്ണന്റെ അമ്പലത്തിൽ ദീപാരാധന തൊഴാൻ പോണ വഴിയാ. കിടക്കണ കണ്ടപ്പോ ഞാൻ പേടിച്ചു. കഴിഞ്ഞു എന്ന് കരുതിയോ? കുട്ടി പോയിക്കോളൂ, നട അടയ്ക്കും. ഇതിനു വേണ്ടിയാണോ ലീവ് എടുത്തത്? രാവിലെ മുതൽ തുടങ്ങി. വയറ് നിറച്ചു കുടിച്ചു, ഇഷ്ടം പോലെ വലിച്ചു, മനസ്സടങ്ങണില്ല. ഈ ദിവസം അത്ര ഭയങ്കര കുട്ടിക്കറിയില്ല. അറിഞ്ഞ വെറുക്കും. അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ദക്ഷിണ വെച്ചില്ലേ, അത് തിരിച്ചു വയ്ക്കും. അനുഗ്രഹിച്ചിട്ടുണ്ട്. മെടിക്കാ നീ. ഞാൻ അച്ഛനെ വിളിച്ചോണ്ട് വരട്ടെ? മാഷ വീട്ടിൽ കൊണ്ടാക്കാം. വേണ്ട, ഇന്നെങ്ങും പോവില്ല. ഇവിടെ കിടക്കും. ഇന്ന് വാർഷികാഘോഷമാണ്. എന്റെ സുമയെ കൊന്നതിന്റെ 8ാം വാർഷികം. കോടതി വെറുതെ വിട്ടു. പക്ഷേ എന്റെ മനസ്സിന്റെ ജയിൽ മുറിയിൽ തടവിലാണ് ഞാൻ. ശിക്ഷ അനുഭവിക്കുകയാണ്. മാഷ് പറയണ എനിക്ക് മനസ്സിലാവണില്ല. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നത്. ഭാര്യയെ കൊന്നയാൾ. ഇപ്പൊ എനിക്കത് വിശ്വസിക്കാനാവണില്ല. കലാകാരന് ഒന്നും നശിപ്പിക്കാൻ കഴിയില്ല, ആരെയും കൊല്ലാൻ കഴിയില്ല. ഞാൻ എന്ത് കലാകാരൻ? വെറും ജാട, അത്രേ ഉള്ളൂ. സുമയെ കൊന്നത് ഞാനാ. അവൾ പാവമായിരുന്നു. പാവം എന്ന് വെച്ചാ ഒരു വെള്ള മുയലിനെ പോലെ. എന്റെ കുഞ്ഞമ്മാമ്മയുടെ മോള. ഓർമ്മ വെക്കണതിന് മുമ്പ് ആ കമ്മയില്ലാണ്ടായി. പാവം. കുഞ്ഞമ്മാമ എന്നെ പോലെ
കുടിച്ചു 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 മരിച്ചു. ഞാൻ വെറുതെ പഴങ്കഥ പറയണു. കുട്ടി പൊയ്ക്കളൂ. ഇല്ല, ഞാൻ എങ്ങും പോണില്ല. എന്നിട്ട് പറയൂ. എന്നിട്ടെന്താ? മരണ വീട്ടിൽ നിന്ന് അമ്മ അവളെ കൂട്ടിക്കൊണ്ടുവന്നു. അടുക്കളയിലെ അമ്മയ്ക്കൊരു സഹായം, ജീവിക്കാനൊരിടം, വേലക്കാരി തന്നെ വേലക്കാരി. അതവൾക്ക് തോന്നാണ്ടിരിക്കാനാ കലാമന്ദിരത്തിൽ ചേർത്തത്. എനിക്ക് അന്നവിടെ ജോലിയുണ്ട്. അവൾക്കന്നൊരു 16-17 വയസ്സ് കാണും. ഒരു ചടച്ചും മെലിഞ്ഞ പെണ്ണ്. പിന്നെ വാരി വലിച്ചു നിന്ന് തടിച്ചത് അവള്. തീറ്റ തന്നെ, തീറ്റപ്രാന്തി. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നന്നായി നൃത്തം ചെയ്യുമായിരുന്നു അല്ലേ? മടിച്ചിയാണ്, കുഴി മടിച്ചി. ഈ സീതാരാമായണം ഞാൻ എഴുതിയത് അവക്ക് വേണ്ടിയാണ്. ഈ മണ്ഡപത്തിൽ വെച്ചാണ് ഞാനത് ചിട്ടപ്പെടുത്തിയത്. അവൾ വെറുതെ കൈയനക്കിയാൽ അത് നൃത്തമായിരുന്നു. മുഖം വിടർന്ന ചെന്താമര, കണ്ണുകൾ സമുദ്രങ്ങൾ.